ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ പുതിയൊരു വർഷം 2025 എന്നൊരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി തന്നെയായിരിക്കും. അപ്പോൾ ജോലി എന്ന് ആലോചിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ SSC RRB ബാങ്ക്. അപ്പോൾ SSCയിൽ തന്നെ ഏറ്റവും മികച്ച ജോലി എന്ന് ആലോചിക്കുമ്പോഴേ CGL ആണ് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ. SSC ആകുമ്പോൾ CGL-എങ്കിലും ഒരു റാങ്ക് ഓഫീസർ ആവുക. SSC CGL ആണ് ഏറ്റവും മെയിനായിട്ട് ഡിഗ്രിക്കാർ ചിന്തിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാം എന്ന് പറയുന്നത് SSC CGL ആണ്. അപ്പോൾ SSC CGL നേടണമെങ്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് അറിയേണ്ടത് എന്താണ്? നമ്മുടെ കോമ്പറ്റീഷൻ കൃത്യമായി മനസ്സിലാക്കി പ്രീവിയസ് ഇയറിൻ്റെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് കട്ട് ഓഫും വാക്കൻസീസും എല്ലാം അറിഞ്ഞ് നമ്മൾ കൃത്യമായ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മാത്രമേ ഒരു SSC CGL എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും ഒരു ബേസിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം ലെവലപ്പായി നമ്മൾ കുറച്ചൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് SSC CGL നേടാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSC CGL 2024 അതിന് മുന്നേ ഉള്ള കട്ട് ഓഫും എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതെന്ത് ചെയ്യാൻ, ആ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ പ്ലാൻ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSC CGL ടയർ 1 പോലെ ടയർ 2 എല്ലാം ക്വാളിഫൈ ചെയ്യാനുള്ള യോഗ്യരായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നോർമലി ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് SSC CGL-ന്റെ കട്ട് ഓഫ് അറിയുക. എന്താണ് കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് പഠിച്ചെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് പറയുമ്പോൾ നമ്മൾ നോർമലി പറയുന്നത് എന്താണ്, കട്ട് ഓഫ് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? നമുക്ക് ആദ്യമേ ഇപ്പോൾ ഏതൊരു എക്സാം വന്നാലും എന്താണ് കട്ട് ഓഫ്, അതിൻ്റെ കട്ട് ഓഫ് എത്രയാവുമെന്ന് നമുക്ക് ഫസ്റ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്നതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഓരോ വർഷം കഴിയും തോറും കട്ട് ഓഫിന് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇത്ര കട്ട് ഓഫേ വരൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഏകദേശം ഏത് വരെ എത്തും എന്നുള്ളൊരു അനാലിസിങ് വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് കട്ട് ഓഫ് മാറി മറിഞ്ഞ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലൈസേഷൻ മെത്തേഡാണ്. ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് എന്ത് ചെയ്യും, നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ മാർക്കിനേക്കാളും കുറച്ച് മാർക്ക് അഡീഷണലി അവർ തരും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്സോ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസോ എന്തിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് തരാറുണ്ട്. ബാക്കി ഷിഫ്റ്റിൻ്റെ ബേസിസിലും എല്ലാ ബേസിസിലും നോർമലൈസേഷൻ സ്കോർ കയറാറുണ്ട്. ചിലപ്പോൾ ഒരേ ഷിഫ്റ്റിലുള്ള ഒരാൾക്ക് തന്നെ 3 മാർക്ക് കയറിയാൽ മറ്റൊരാൾക്ക് എത്രയായിരിക്കും, 11 മാർക്ക് കയറും. ചിലർക്ക് എന്ത് ചെയ്യാം, 1 മാർക്കും കയറാതിരിക്കാം. ചിലർക്ക് 15 മാർക്കോളം കയറാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന എന്താണ്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ പേപ്പർ ഹൂ ഈസ് ഡൺ. ആ ഒരാൾ ഏതാളാണോ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ആ ആളുടെ ബേസിസിലാണ് ഇരിക്കുന്നത്. ആ ആൾ എത്ര നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ട്, ആ ആൾ എത്ര പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അതിലാണ് എത്ര നെഗറ്റീവ് ആയത്. ഇപ്പം എന്താ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നെഗറ്റീവ്സ് ആണ് കൂടുതലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നോർമലൈസേഷൻ സ്കോർ കുറയും. പോസിറ്റീവ്സിനേക്കാളും കൂടുതൽ നെഗറ്റീവ്സ് ആണെങ്കിലോ ഒരിക്കലും നോർമലൈസേഷൻ സ്കോർ കയറത്തില്ല. അപ്പോൾ എല്ലാവർക്കും നോർമലൈസേഷൻ കയറില്ല. അതിനൊക്കെ ഓരോ എന്തുണ്ട്, കുറേ കാര്യങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർ നോർമലൈസേഷൻ കയറുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് നോർമലൈസേഷനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് എങ്ങനെയാണോ അത് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് നമ്മൾ എഴുതി മേടിക്കേണ്ട കുറച്ച് സ്കോറുണ്ട്. ആ സ്കോർ എത്രയാണെന്ന് കൃത്യമായി ഫിക്സ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമലൈസേഷൻ ഇപ്പോൾ 3 to 4 അല്ലെങ്കിൽ എന്താണ് ഒരു 5 above നമുക്ക് കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്, അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട നോർമലൈസേഷൻ മാർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എങ്ങനെയാണോ നമ്മൾ ആ പേപ്പർ എഴുതിയെന്നുള്ള രീതിയിലാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി വേറൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ എക്സാം നിങ്ങൾ എങ്ങനെ എഴുതി, കാരണം ഇപ്പോൾ ഇത്രയും ഷിഫ്റ്റ് ബേസ് ആണ് എന്ത് ചെയ്യുന്നത് എക്സാംസ് നടത്താറുള്ളത്. അപ്പോൾ ഓരോ ഷിഫ്റ്റും എന്താണ് എങ്ങനെയാണോ നടക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും, നാളെ കുറച്ച് പാടായിരിക്കും. ആ ഒരു രീതി തന്നെയാണ്. കാരണം കമ്പാരിറ്റീവ്ലി ഇത്രയും ഷിഫ്റ്റുകൾ നടത്തുമ്പോൾ എല്ലാം ഒരുപോലെ നടത്താൻ പറ്റത്തില്ല. പലതും എന്താണ്, ഒന്ന് ഈസി ആയിരിക്കും, ഒന്ന് ആവറേജ് ലെവലിലായിരിക്കും, ഒന്ന് ഏറ്റവും ഹയസ്റ്റ് ലെവലിലായിരിക്കും. അങ്ങനെ ഹാർഡ് ഷിഫ്റ്റ് കാണും, ഈസി ഷിഫ്റ്റ് കാണും, മോഡറേറ്റ് ഷിഫ്റ്റ് കാണും. അങ്ങനെ തന്നെയാണ് അവർ നടത്തുന്നത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് സ്കോർ എടുക്കും. ആ ആവറേജ് സ്കോർ എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് ഫിക്സ് ചെയ്യുന്നത്. ഈസി ആയ ആൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാർക്ക്, മോഡറേറ്റ് ആയി നിൽക്കുന്ന ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാർക്ക്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാർക്ക്. ഇതൊക്കെ അനുസരിച്ച് ഇപ്പോൾ ഹയസ്റ്റ്, ഇപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ ഹാർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നോർമലൈസേഷൻ കയറും. അത് നമ്മുടെ പെർഫോമൻസും കൂടെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കുക. എന്തായാലും ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് എക്സാം ഒരു ഫാക്ടറാണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് അവൈലബിൾ, അത് വലിയൊരു ഫാക്ടറാണ്.
നമ്മളെ വേണോ, അല്ലെങ്കിൽ ഇത്ര വാക്കൻസി ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, അവർ ഏറ്റവും നല്ല, ഇപ്പോൾ കുറച്ച് വാക്കൻസി ഉള്ളൂ എങ്കിൽ ഏറ്റവും ഹൈ കട്ട് ഓഫ് ഇട്ടിട്ടേ അവർക്ക് കാര്യമുള്ളൂ. അല്ലാതെ എല്ലാ പേരും ഒരേ മാർക്ക് റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് അത്രയും ആൾക്കാരെ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അത്രയും ഹൈ കട്ട് ഓഫ് ഇടുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വേക്കൻസി കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് അവർക്ക് കുറച്ചിട്ടാലും ആളുകളെ എടുക്കാൻ പറ്റുമോ, അവർക്ക് മെയിൻസിലായാലും ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും ആളെ എടുക്കാൻ പറ്റുമോ അവർക്ക്. അത് ഒരു മെയിൻ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. വാക്കൻസി നമ്മൾ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ വാക്കൻസി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ, നമുക്ക് പറ്റത്തില്ല. കാരണം ഓരോ വർഷം കഴിയും തോറും വാക്കൻസിക്ക് എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമുക്കൊരു സംശയമില്ല. അത് മാത്രമല്ല, ഈ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഓരോ വർഷം കൂടുന്തോറും എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ കൂടെ ഉള്ളൂ, പുതിയ ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ആവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും കൂടുന്നു, വാക്കൻസിയും കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ വാക്കൻസി കൂടിക്കഴിഞ്ഞാലും അതിനനുസരിച്ച് ആൾക്കാർ എന്ത് ചെയ്യും, അപ്പിയർ ആവും, കാൻഡിഡേറ്റ്സ് അപ്പിയർ ആവും. അപ്പോൾ അതെന്താണ്, ഒരു ബാലൻസിങ് ഫീച്ചർ പോലെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെ കാര്യങ്ങൾ നോക്കണം, പാസ്റ്റ് ഇയർ ട്രെൻഡ് എടുത്ത് നോക്കുമ്പോൾ 2024 നമുക്ക് വാക്കൻസി വിളിച്ചത് 17,000 സംതിങ് വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു, 17,735, അല്ലെങ്കിൽ 17,000+ വാക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാം, 2023 വിളിച്ച വാക്കൻസി ഇത് കാണുന്നുണ്ടോ, 8,440 ആണ്, 8,440 ആണ്. അപ്പോൾ 8,000 സംതിങ് വാക്കൻസിയാണ് എപ്പോൾ വിളിച്ചിട്ടുള്ളത്, ശരിക്കും പറഞ്ഞാൽ 2023 വിളിച്ചത്. അതിൽ നിന്നൊരു ഹൈക്കോടെയാണ് എന്ത് ചെയ്യുന്നത്, 2024 എത്ര വാക്കൻസി വിളിക്കുന്നത്, 17,700 സംതിങ് വാക്കൻസീസ് വിളിക്കുന്നത്, 735 ആണെന്ന് തോന്നുന്നു. എന്തായാലും 17,000 സംതിങ് വാക്കൻസി വിളിക്കുന്നത് അല്ലേ. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം 8,000-ൽ നിന്ന് ഏകദേശം അതിൻ്റെ ഡബിൾ മടങ്ങാണ് എന്ത് ചെയ്തത് 2024 വാക്കൻസി. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാം, 2022 വാക്കൻസി എത്രയായിരുന്നു, 37,000. ഏറ്റവും ഹൈപ്പായിരുന്നു കേട്ടോ എല്ലാ വർഷവും. പ്രീവിയസ് ഇയറിലെ ട്രെൻഡ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി അറിയാം, 2017 വിളിച്ചത് വെറും 9,000 പുറത്ത് വാക്കൻസീസാണ്, 10,000 അടുപ്പിച്ച് നിൽക്കുന്ന വാക്കൻസി. CGL 2018-19 വീണ്ടും 11,000 വാക്കൻസി, 19-ലായപ്പോൾ 8,000 തന്നെയാണ് വീണ്ടും വിളിച്ചത്. അത് കഴിഞ്ഞ് CGL വീണ്ടും 7,000 എന്ന റേഞ്ച് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഒരു എന്ത് ചെയ്യുന്നത്, 37,000+ വാക്കൻസി. ആ ഒരു സമയം 2022 എന്ന് പറഞ്ഞൊരു വർഷത്തിൽ എത്ര പേരാണ് SSC CGLിലേക്ക് കയറി പോയതെന്ന് നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. UR കാറ്റഗറിക്ക് കണ്ടോ, 15,000+ വാക്കൻസി URനെ തന്നെ വിളിച്ചു. അത്രത്തോളം വാക്കൻസീസ് വിളിച്ചത് 2022-ലാണ്. അപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ ചേഞ്ചസ്, അവർക്ക് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ഒഴിവ് അനുസരിച്ചാണ് അവർ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ 2010 ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കൽ കൂടി നിന്നു, ഒരിക്കൽ കുറഞ്ഞു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ കൂടി, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ വാക്കൻസി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ഓഫിൻ്റെ ആ ഒരു റേഞ്ച് അനുസരിച്ച് പഠിക്കുക എന്ന് മാത്രമാണ്. വാക്കൻസീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിനെ ആലോചിച്ചിരിക്കുകയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കണമെങ്കിൽ നമുക്ക് അതിൽ ടെൻഷൻ മാത്രമേ ആവത്തുള്ളൂ. വാക്കൻസീസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, അതിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, എന്തായാലും ഈ വാക്കൻസീൻ്റെ റേഞ്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. 2022-ലാണ് 37,000+ വാക്കൻസി വരുന്നത്. 2024 ഏകദേശം 15,000+ വാക്കൻസി ആയിരുന്നു വിളിച്ചത്. കാരണം അത്യാവശ്യം നല്ല വാക്കൻസി ഈ ഒരു വർഷം വിളിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 10,000+ വാക്കൻസി വിളിച്ച സാഹചര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 8,000, 7,000 റേഞ്ചിൽ വിളിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് നമ്മുടെ മൈൻഡിലും ഫിക്സ് ചെയ്ത് വയ്ക്കാവും. ചിലപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞ 5,000 വിളിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഇതിനെയൊക്കെ കൂടി 20,000 എബോവ് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ എന്താണ്, അവരുടെ ഫാക്ടേഴ്സിലാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CGLൻ്റെ കട്ട് ഓഫ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കട്ട് ഓഫ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ CGLൻ്റെ 2024 കട്ട് ഓഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2024 കട്ട് ഓഫും 2023 കട്ട് ഓഫ് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഈ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എങ്ങനെയാണോ വന്നത് അതും കൂടെ അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ടാസ്ക്കാണ്. അത് കൃത്യമായിട്ട് ഇപ്പോഴേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എത്രയാണ്, 6 മാസത്തിൻ്റെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് SSC CGLൻ്റെ ടയർ 1 കട്ട് ഓഫ് വരുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 3
സെക്ഷൻ ഓഫ് കട്ട് ഓഫ് ആണ് വരാറുള്ളത്. കാരണം ഇതിൻ്റെ പോസ്റ്റിംഗ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നതിൻ്റെ സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ്. അതിനാണ് ഏകദേശം അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് ഓഫ് കട്ട് ഓഫ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAO പോസ്റ്റ് ഉണ്ട്, ഓഡിറ്റ് ഓഫീസർ പോസ്റ്റ്, അക്കൗണ്ട് ഓഫീസർ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഏതിനുണ്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ ഗസറ്റഡ് ഓഫീസർ പോസ്റ്റ് CGL-നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെയിൻ ആയിട്ട് പഠിച്ചവർക്ക് അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്തവർക്ക് ഫിനാൻസ് എടുത്തവർക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്തുകൊണ്ട് പേപ്പർ എഴുതി നമ്മൾ കയറേണ്ട ഒരു പേപ്പറാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന SSC CGL-ന്റെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ കൂടുതൽ കാണും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അതിൽ വന്ന കട്ട് ഓഫ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. UR കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ് ആണ് 170 മാർക്കാണ് വന്നത്. 170 മാർക്ക് എത്രയാണ് ഔട്ട് ഓഫ് 200? 200 മാർക്കിന് 170 എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ OBCക്ക് ആണെങ്കിൽ 161 രീതിയിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്, 161. ഓക്കെ, അങ്ങനെയാണെങ്കിൽ STക്ക് ആയാലും 134 റേഞ്ചിലാണ് കട്ട് ഓഫ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത്. ബാക്കി അതർ PhD നമ്മൾ ഈ പറയുന്ന PWD BH VHH ഒക്കെ എന്താണ് ഡിസബിലിറ്റി കാറ്റഗറിയാണ്. നമ്മൾ അതൊന്നും നോക്കണ്ട, നമുക്ക് വന്ന കട്ട് ഓഫ് ശ്രദ്ധിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സാം പാറ്റേൺ ഒക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുക. UR കാറ്റഗറിക്ക് 170 മാർക്കാണ് എന്തിന് വന്നത്? ആ ഒരു പൊസിഷനിലേക്ക് വന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ള ഏകദേശം എത്രയാണ് 150 മേളിലാണ് ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് നിൽക്കുന്നതെന്ന കാര്യം ആലോചിക്കുക. 161, EWSന് 163, URന് 170, ആ ഒരു രീതി. ഇതെന്നാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിൽക്കുന്ന പോസ്റ്റ് ഏതാണ്? JSO പോസ്റ്റ് ആണ് അല്ലേ, ജൂനിയർ സെക്രട്ടേറിയറ്റ് ഓഫീസർ ആണ്. സെക്രട്ടേറിയറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ JSO പോസ്റ്റ് ഉണ്ട്. JSO പോസ്റ്റിനും എന്താണ് പേപ്പർ 1, പേപ്പർ 3 എന്നൊക്കെ, പേപ്പർ 2, പേപ്പർ 3 എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് URന് വന്നത് 167 ആണ്. 167 ഏകദേശം ഏതിന് അടുത്തോട്ട് തന്നെയാണ്, 170നോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. OBCക്ക് വന്ന എത്രയാണ്? 160 ആണ്. 160, 167. SC STക്ക് 143, 135 എന്ന റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ SC ST കാറ്റഗറി ആണെങ്കിലും കുറച്ച് എന്താണ് ആ മാർക്ക് അടുത്ത് നിൽക്കുന്നെങ്കിലും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന സ്കോറാണ്. ഒരു ഏകദേശം 130+ റേഞ്ചിലാണ് നിങ്ങളുടെയും സ്കോർ നിൽക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കയറി പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബാക്കി OBC EWS UR കാറ്റഗറിക്ക് 150+ മേടിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. JSO പോസ്റ്റ് ആണെങ്കിൽ അതിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സും ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളാം. ഓരോ ആൾക്കാർ എന്താണ് അവൈലബിൾ ആയിട്ട് ഇത്രയും ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്യും, ഇനി മെയിൻസിലേക്ക് കടക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ ഇതുണ്ട് JSO പോസ്റ്റിലേക്ക് 18,000+ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, 17,000 ആയിരുന്നു നമ്മുടെ വാക്കൻസി റേഞ്ച്. അതിൽ JSOക്ക് മാത്രം സെലക്ട് ആയത് 18,000 പുറത്ത് ആൾക്കാരാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, വീണ്ടും മെയിൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ പേര് വീണ്ടും എന്ത് ചെയ്യും, ഫിൽട്ടറായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാക്കൻസി എത്ര കൂടിയാലും ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാൻഡിഡേറ്റ്സ് ഒരുപാട് പേരുണ്ട്. എല്ലാവരും പഠിച്ച് ഒരു ജോലി നേടുക എന്നുള്ളൊരു സ്വപ്നത്തിൽ നടക്കുന്നവർ തന്നെയാണ്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് ഫസ്റ്റ് പെർഫോം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, കയറി പോകും എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഓൾ അതർ പോസ്റ്റ്, ബാക്കി വരുന്ന എല്ലാ പോസ്റ്റുകളുണ്ടല്ലോ, ഇൻകം ടാക്സ് ഓഫീസർ ആയിക്കോട്ടെ, എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, CBIയുടെ XI ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യാണ്, മെയിനായിട്ട് ഒരു കട്ട് ഓഫ് ആണ് വിളിക്കുന്നത്. ഒരു ഓൾ അതർ പോസ്റ്റിലേക്ക് ഒരൊറ്റ കട്ട് ഓഫ് ആണ്. അതെന്താണ്, ജനറൽ പേപ്പർ ആയതുകൊണ്ടാണ്. URന് വന്ന കട്ട് ഓഫ് ആണ് 153 റേഞ്ച്. 153 റേഞ്ച് 150+ എന്നുള്ള കറക്റ്റ് നമുക്ക് പറയാം. 150+ തന്നെയാണ് മെയിൻ കാറ്റഗറിക്ക്, ബേസിക് കാറ്റഗറിക്ക് പോലും വന്നതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ജനറൽ കാറ്റഗറിക്ക് വന്നത് അവിടെ OBCക്ക് എത്രയാണ്, 146 വന്നു. EWSനാണെങ്കിൽ 142 വന്നു. STക്ക് ആണെങ്കിൽ 111 വന്നത്. 111 വന്നത്. STയുടെ കാറ്റഗറൈസേഷനാണ് അത് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള UR EWS OBC കാറ്റഗറിക്ക് 150+ എന്ന റേഞ്ച് തന്നെയാണ്. URന് 153, OBCക്ക് 146 എന്ന റേഞ്ചാണ് വന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് ആണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. എത്രത്തോളം പഠിച്ചാലേ, നമ്മുടെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലേ നമുക്ക് ആ ഒരു റേഞ്ച് ഓഫ് മാർക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പം എന്താണ് 17,000 പുറത്ത് വാക്കൻസി വിളിച്ചിട്ട് പോലും അവരുടെ കട്ട് ഓഫ് റേഞ്ച് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് 150+ ആണ്. ഇനി അടുത്ത വർഷം നമ്മുടെ ഭാഗ്യവശം നമുക്ക് എന്താണ് വാക്കൻസി കുറഞ്ഞാണോ വരുന്നതെന്ന്, കുറഞ്ഞാണോ ഇനി കൂടിയാണോ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, അത് കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം UR കാറ്റഗറിക്ക് വന്ന സ്കോർ ലെവലുകളാണ്.
UR കാറ്റഗറിക്ക് വന്ന സ്കോർ ലെവൽ 2017 126 2018 137 2019-20 ടൈമിൽ കൃത്യമായിട്ട് എത്രയാണ് ഈ ഒരു സമയത്ത് വന്നപ്പോൾ 147 വന്നു. അത് കഴിഞ്ഞ് 2020-21 ടൈമിൽ എത്രയാണ് 132 വന്നു. ഈ കണ്ടോ 2022 ടൈം 114 വന്നത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 114 കട്ട് ഓഫ് വന്നത് നമുക്ക് വാക്കൻസി 37,000 വാക്കൻസി വന്ന ഒരു സമയത്തായിരുന്നു. 37,000 പുറത്ത് വാക്കൻസി വന്ന സമയത്ത് 114 കട്ട് ഓഫ് വന്നോളൂ. 114 അത് നമുക്ക് വാക്കൻസി അത്രയും ഉള്ളത് കൊണ്ടാണ് അത്രത്തോളം കട്ട് ഓഫ് കുറഞ്ഞു വന്നത്. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ കൊണ്ട് നടക്കരുത്. നമ്മുടെ ഒരു മിനിമം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സെക്ഷൻസ് എടുത്ത് നോക്കുക. നോർമലി കട്ട് ഓഫ് കുറഞ്ഞു വന്ന സമയത്ത് ഇനി അത്രത്തോളം വാക്കൻസി 37,000 പ്ലസ് വാക്കൻസി വരുമോയെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇൻ ചാൻസ് നമുക്ക് കുറഞ്ഞാണോ വന്നാൽ നമ്മുടെ എത്രത്തോളം നമ്മൾ പഠിക്കണമെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അതേ കണ്ടല്ലോ 150 വന്നിട്ടുണ്ട്, 132 വന്നിട്ടുണ്ട്, 147 വന്നിട്ടുണ്ട്, 137, 126. ഈ റേഞ്ചൊക്കെ ഏതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ 120 to 150 റേഞ്ചിനകത്താണ് എന്ത് ഇരിക്കുന്നത്, ഈ ഒരു മാർക്കിംഗ് റേഞ്ച് നിൽക്കുന്നത്. UR കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെയും കൂടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതിലോട്ട് തന്നെയാണ് പോകുന്നത്, ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. 120+ എന്നുള്ള രീതിയിൽ 150 അടുത്താണ് നിൽക്കുന്നത്. ആ ഒരു സ്കോറിങ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കണം. ഈ പറയുന്ന SC ആയിക്കോട്ടെ ST ആയിക്കോട്ടെ അവരവരുടെ മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഏറ്റവും കുറഞ്ഞു വന്നത് കണ്ടോ, SCക്ക് അന്ന് വന്നത് 89 2022. ബാക്കി എല്ലാ സമയത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 126 100 to 100 to എത്രയാണ് 130 റേഞ്ചിലാണ് അവരുടെ മാർക്ക് വന്നിട്ടുള്ളത്. 100 to 130 റേഞ്ചാണ് വന്നിട്ടുള്ളത്. 100 to 130 റേഞ്ചാണ് അവരുടെ മാർക്ക് വരുന്നത്, SCയുടെ മാർക്ക് വരുന്നത്. പക്ഷേ നമ്മളെപ്പോഴും അടുത്തൊരു വർഷം എന്നൊരു ടൈം എത്തുമ്പോഴേക്കും ഇതെന്ത് ചെയ്യുക, കൂട്ടുക. ആ ഒരു ടൈമിലുള്ള സ്കോർ ആണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ എത്താനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ഇനി അടുത്ത STയുടെ റേഞ്ചിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 118, 77, 93, 104, 103, 88. ഏകദേശം 80 to എത്രയും നമുക്ക് പറയാം 120 റേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 80 to 120 റേഞ്ചാണ് STയുടെ മാർക്കിംഗ് നിൽക്കുന്നത്. അതേസമയം OBCയുടെ ആണെങ്കിലോ 145 വന്നിട്ടുണ്ട്, 114, 119, 135, 131, 110. ശരിക്കും പറഞ്ഞാൽ UR OBC വലിയ താരതമ്യം നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ഒരു സിമിലാരിറ്റി കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. UR ആയാലും OBC ആയാലും മാർക്ക് ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. എത്രയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏകദേശം 120 to 150 റേഞ്ചിനകത്ത് തന്നെയാണ് ഇതിൻ്റെയും മാർക്കിങ് നിൽക്കുന്നത്. 110 ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം 120 എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത്രത്തോളം മാർക്കെങ്കിലും നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ UR ആയാലും OBC ആയാലും 120 to 150 എന്നുള്ള റേഞ്ചിൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഇനി അടുത്ത EWS. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 120 റേഞ്ചിൽ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇത് കൂട്ടി തന്നെ വരണം. 130 to 150 റേഞ്ചിൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. EWS കാറ്റഗറിക്ക് ആണെങ്കിലും എന്താണ് സെയിം കണ്ടീഷനിങ് തന്നെയാണ്. എത്രയാണ് വന്നത് നോക്ക്, 143, 102, 109, 135, 40, 69 എന്നൊക്കെ രീതിയിൽ വന്നിട്ടുണ്ട്. അതന്ന് EWSനൊക്കെ എന്താണ് കാറ്റഗറൈസേഷൻ വെച്ച് വാക്കൻസി കുറവായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. എന്തായാലും 100 to 140 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്കിംഗ് നേടേണ്ടത്. ഓക്കെ, ഈ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. പ്രീവിയസ് ഇയർ അനാലിസിങ് വെച്ച് നിങ്ങൾ എത്രത്തോളം മാർക്ക് മേടിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഇത്രയും ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനേക്കാളും കുറച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടോ കാര്യമല്ല. ഇതിനേക്കാളും ഒരു മടങ്ങ് മുന്നിൽ നിന്ന് പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ നമ്മുടെ സേഫ് സ്കോർ എന്ന് പറയുന്നത് എത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ 120 ഈ ഒരു കുറച്ച് റേഞ്ച് ഞാൻ പറഞ്ഞു തന്നു. SC ST കാറ്റഗറിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ പഠിക്കേണ്ട ഒരു റേഞ്ച് നമ്മൾ എത്രത്തോളം എത്താനാണ് ശ്രമം നടത്തേണ്ടത്, 150 റേഞ്ചിലെത്തുക. 150 റേഞ്ചിലേക്ക് എത്തുക. നല്ല പോസ്റ്റുകളിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 150+ എത്തണം. നമുക്ക് എപ്പോഴും എന്താണ് നമ്മുടെ മൈൻഡിലൊരു തോട്ട് വേണം. പ്രിലിംസ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മൈൻഡിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻസ് ഉണ്ടാവണം. ഞാൻ ക്വാളിഫൈ ആവും, ഇനി അടുത്ത് ഞാൻ എന്തിന് പഠിക്കണം. കാരണം പിന്നെ ഒരു സമയമില്ല, ഒരു 2 months ഇടയ്ക്ക് എന്നെ മെയിൻസ് വിളിക്കും. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും കാത്തിരിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ചടപട എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്തിച്ചിട്ടേ കാര്യമുള്ളൂ. എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കാര്യമല്ല, അല്ലെങ്കിൽ ഇത്ര മാർക്ക് വരെ എത്തിച്ചു ഞാൻ എന്തായാലും ക്വാളിഫൈ അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യം നിങ്ങൾ നേടാൻ
എന്ത് ചെയ്യുക, ആ ഒരു രീതി എന്ത് ചെയ്യുക, ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, 150+ എന്നുള്ള റേഞ്ചിൽ, ഒരു 150 റേഞ്ചിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് കൊണ്ട് എത്തിക്കുകയാണ്. നിങ്ങൾ മോക്ക് എടുക്കുന്നു, സിലബസ് കവർ ചെയ്യുന്നു, എല്ലാ രീതിയിലും നിങ്ങൾ 150 റേഞ്ച് എത്തി. ബാക്കി പ്ലസ് ആര് തന്നെ തരും? നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ നോർമലൈസേഷൻ മാർക്ക്, നിങ്ങളുടെ ഭാഗ്യവും നിങ്ങളുടെ ലക്കും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്ലസ് ആയി തന്നെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 150 റേഞ്ച് സ്വന്തമാക്കുക. ബാക്കി എന്ത് ചെയ്യും, അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സിൽ കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. 150 റേഞ്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്ലസ് എന്ത് ചെയ്യും, ബാക്കി എന്ത് ചെയ്യും, നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഓൾറെഡി അച്ചീവബിൾ ആവണം. ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സേഫ് സ്കോർ കൃത്യമായി മനസ്സിലാക്കി ഇനി നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിയിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ഈ ഒരു 6 മാസം എന്ന് പറഞ്ഞൊരു ടൈമിൽ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്, ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ആ രീതി കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഡൗട്ട് ഇനിയും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, SSC CGLൻ്റെ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്മസ് ഓഫറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2000 ഓഫിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് 899ൻ്റെ കോഴ്സ് 699 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് നമ്പർ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ്, നിങ്ങളുടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ ഒരിക്കലും ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കരുത്. ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇനി വന്നിട്ട്, അല്ലെങ്കിൽ ഇത്ര വർഷം ആകുമ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഇത്ര സമയം ആകുമ്പോൾ തുടങ്ങിയാൽ മതി എന്നൊന്നും ചിന്തിക്കരുത്. എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.